അടുത്തത് വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? 6 വർഷമായി. ഒരു മോനേ ഉള്ള. മോൻ്റെ കൈക്ക് എന്ത് പറ്റി? കൈക്ക് പ്രസവത്തിൽ കൈയുടെ നരമ്പ് വലിഞ്ഞു. വലിഞ്ഞു. അപ്പോൾ ഒരു കൈക്കാണോ തകരാറ്? ഓപ്പറേഷൻ കഴിഞ്ഞ? ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഇനി രണ്ടെണ്ണുണ്ട്. കൈയുടെ മുട്ടിന് ഒരു എല്ല് വളരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ജോയിന്റ് കൂടി അത് ചിലപ്പോൾ ഡോക്ടർ പറയുന്നത് ഇവിടെ ചെയ്യുമ്പോൾ അത് പിടുത്താവുന്നാണ് പറയുന്നത്. അത് എല്ലാവരും കൂടെ സഹായിച്ച അല്ലേ? നിങ്ങളെ വാർത്ത നമ്മൾ ചാനൽ വഴി കണ്ട് അങ്ങനെയാണ് വന്നത്. വളരെ ഒരു ദയനീയാവസ്ഥ കണ്ടുകൊണ്ടാണ്. നമ്മൾ ഭാഗ്യ ഫൗണ്ടേഷൻ ചെയർപേഴ്സണാണ് ഞാൻ. സംസ്ഥാന പ്രസിഡൻറ്റ്, ട്രഷറർ, ഇതെല്ലാം ഞങ്ങൾ പ്രവർത്തകരാണ്. അതിലില്ല വന്നത്. അപ്പോൾ സ്വന്തമായി വസ്തു ഉണ്ടോ? ഇല്ല. എത്ര നാളായി? ഇപ്പം 5 വർഷം. ഇത് വാടകയ്ക്കാണ് താമസിക്കുക. എത്ര രൂപ വാടക? ഭർത്താവിന് എന്താ ജോലി? പിന്നെ അവിടെ മുനിസിപ്പാലിറ്റി ചെന്നപ്പോ എന്തോ പറഞ്ഞു? അവര് പറയുന്നത് ഈ പാസ് ടൈം നിർത്തി വെച്ചേക്കുവാന്ന് പറയുന്നത്. നമ്മള് വസ്തു വീടും ഇല്ലാത്തതിന് എഴുതി കൊടുക്കാൻ അന്ന് മുതൽ നിങ്ങള് എന്താ ഇപ്പൊ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ആരാ? കൗൺസിലർ ആരാ? ഇവിടുത്തെ മെമ്പറുടെ പേരെന്താണ്? ജോൺസൺ. സേവിയർ വർഗീസിന്റെ നമ്പർ ഒന്ന് തരണം. നമ്പറും തന്നെ ഞാൻ ബന്ധപ്പെട്ടോളാം. അപ്പോൾ വേണ്ടുന്ന സഹായം നമ്മൾ പിന്നീട് ചെയ്യാം. പിന്നെ ഈ കാല് ജന്മന ഉള്ളതാണ്. പോളിയോ വന്നതാണ്. അണ്ണനും എന്തുവാണ്? കാലിൽ എങ്ങനെ നടക്കാക്കത്തില്ലേ? ഇനി വന്നാണേ ഒരു കാലിന് കുഴപ്പം. ഞങ്ങൾ അങ്ങനെ അറിഞ്ഞിരുന്നോണ്ടാണ് കല്യാണം കഴിച്ചത്. ഇപ്പൊ കൊറോണ സമയത്താണ് കെട്ടിയത്. പക്ഷെ മോന് പ്രസവത്തിൽ ഇങ്ങനെ ആയപ്പോഴത്തേക്ക് വളർന്നു. മോനെ 3 വർഷം വരെ ഫിസിയോതെറാപ്പി ചെയ്തു. പിന്നെ ഓപ്പറേഷൻ നമ്മൾ കൊണ്ടുനടന്നു. എല്ലാവരുടെ സഹായത്തിനൊന്നും ചെയ്ത് ഇനിയൊന്നും കൂടി കിടപ്പുണ്ട്. കിടക്കാനായിട്ട് ജോലി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എന്തായിരുന്നു ജോലി? അപ്പോഴെങ്ങനെ പോയി? യാത്രയിലൊക്കെ എങ്ങനെ പോകും? ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് പോകുന്നില്ല. മോനും അങ്ങനെ സംഭവിച്ചു. നിങ്ങൾക്ക് 2 പേർക്കും അച്ഛനും അമ്മയും അമ്മമാരുണ്ട്. അമ്മമാരെവിടാ? ഇപ്പോഴാ കൗൺസിലർ നമ്പർ എനിക്ക് താ. ഞാൻ കൗൺസിലറെ വിളിച്ചോളാം. വിളിച്ച് ഭവന പദ്ധതിയിൽ എന്തെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിക്കട്ടെ. ഇല്ലേ, ഭവന പദ്ധതി എന്തെങ്കിലും ഉൾപ്പെടുത്താമെന്ന് ചോദിക്കട്ടെ. ഇല്ല, നിങ്ങൾ ചോദിക്കുന്ന എനക്കല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങളെ റേഷൻ കാർഡിൻ്റെ കോപ്പിയെല്ലാം അയച്ചാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്തോളാം. എനിക്ക് അയച്ചാൽ എന്നിട്ട് പിന്നെ കൗൺസിലർ നമ്പർ ഇതാ. ഞാൻ സംസാരിച്ചിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് ചെയ്തോളാം. എൻ്റെ നമ്പർ ഞാൻ വിളിക്കാം. ഞങ്ങളെല്ലാവരും നിങ്ങളെ ഈ മൊബൈലിൽ ഫേസ്ബുക്ക് വഴി കണ്ട് അങ്ങനെ നിങ്ങളെ അവസ്ഥ കണ്ട് ഞങ്ങൾ ചെറിയൊരു തോനെയൊന്നുമില്ല, നിത്യ നിങ്ങൾക്ക് ഇപ്പം ജീവിക്കാനുള്ള ഒരു ഭക്ഷണ സാധനമായിട്ട് വന്നേരും. ഇനി കൊണ്ടുവരും. തൊട്ടുന്നില്ല ഷുഗറുണ്ടോ? ഇല്ല, ഇങ്ങോട്ട് എത്തി. ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. കിടക്കാൻ പറ്റുമോ? അപ്പൊ കാല് നൂരോ? ഇങ്ങോട്ട് ഹീറ്ററിന് ഇങ്ങോട്ട് സാധനം എടുക്കാൻ പറ്റത്തില്ല. പിടിച്ചു നിൽക്കാൻ പറ്റുമോ? നമ്മുടെ കാലിന് താങ്ങാൻ പറ്റത്തില്ല. പിടിച്ച് നിന്നാ നിൽക്കുമോ? ബസ്സിലോ ഡെലിവറി ടൈമിനൊക്കെ പിന്നെ എന്ത് ചെയ്ത്? നോർമൽ ഡെലിവറി ആയിരുന്നു. ചെയ്യാൻ പറഞ്ഞ ഉണ്ട്, കുഴപ്പമില്ലെന്ന് വെച്ചു. അപ്പോഴും നിൽക്കാൻ പറ്റത്തില്ല. വയറ് വന്നപ്പോഴൊന്നും ഒക്കെ ദൈവം ഒരു വഴി കൊടുക്കും. സാധനം മുമ്പേ അവർ വിട്ടപ്പോ മോന് കഴിക്കാനുള്ളതെല്ലാം അതിനകത്ത്. മോന് കഴിക്കാനുള്ള ബിസ്ക്കറ്റ് എല്ലാം ഉണ്ട് കേട്ടോ. വ്യത്യാസം ഞങ്ങൾ കണ്ടത് ഇയാൾ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന കണ്ട. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. പിന്നെ വിളിക്കാം.
ഞാൻ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തില്ലെങ്കിൽ വേണ്ടുന്ന സഹായം ഇതിൽ ടെസ്റ്റുകൾ പറഞ്ഞു ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാൻ പറ്റും. ബാക്കി ഞാൻ ചെയ്തോളാം. ഞാൻ പറഞ്ഞത് ഇവിടൊക്കെ അപ്പുറം ഇപ്പുറം എല്ലാവരും എന്തെങ്കിലുമൊക്കെ സഹായിച്ചാലും നമ്മളെ വീട് ഒരു ഇതൊക്കെ കഴിഞ്ഞ് വിളിക്കും. തീർന്നാ തീർന്നാ ഇല്ലല്ല ഇത് ചെയ്യും അങ്ങനെ നമുക്ക് ഒരു മാസത്തേക്ക് കഴിക്കാനുള്ള എല്ലാം കൊണ്ടുവരും. ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനുള്ളതൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. ഫ്രിഡ്ജുണ്ടോ? ഉണ്ടായിരുന്നില്ലേ? അയ്യോ, സംശയിച്ച പാല് മേടിക്കാനായിട്ട്. കല്യാണം കഴിഞ്ഞ അത് ഇനി ഫ്രിഡ്ജ് ഇല്ലെങ്കിലോ? ചേച്ചി വാങ്ങിച്ചത്. കല്യാണം കഴിഞ്ഞപ്പം കിട്ടിയെന്ന് നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ വേണ്ട പാല് അത് മേടിക്കും. കുഴപ്പമില്ല, ഇത്രയും തന്നെ ചെയ്തില്ല. എനിക്ക് അത് തന്നെ നിങ്ങളൊക്കെ 100 താങ്ക് യു പറ. വെൽക്കം. ഇത്രയുള്ള അങ്ങോട്ടൊന്നില്ലേ വീട്ടിൽ ഇങ്ങോട്ട് വാ. കസൻ ആച്ചി ഇങ്ങനെ ഇടാതെ ദേ എവിടെ പോന്നെ? വാ ജോർജ് സാറേ. വാ സ്റ്റീവൻ ഇങ്ങോട്ട് ഇന്നില്ല പീറ്റർ. എൻ്റെ പേര് ലത്തീഫ നവാസ്. എൻ്റെ പേര് ലളിതകുമാരി. ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരം. ഇങ്ങോട്ടൊന്നില്ല പീറ്റർ. ഇപ്പുറത്ത് നിൽക്കും. ബാക്കി അവരെല്ലാവരും കൊല്ലത്ത് തന്നെയാണ്. എൻ്റെ പേര് നമ്മളെ ജെനി. പിന്നെ ഭാഗ്യ ഫൗണ്ടേഷൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. അവരിൽ നിന്നാണ് ഈ വാർത്ത അറിഞ്ഞത്, ഫേസ്ബുക്ക് ഇട്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് ഞങ്ങളിപ്പോൾ ഈ സഹായത്തിനായിട്ട് വന്നത്. എല്ലാവരും സഹായിച്ചു. എൻ്റെ പീറ്റർ ഇവിടെ അടുത്തുള്ളതാണ്. അറിഞ്ഞ ഓടി വരികയും വളരെ സന്മനസ്സോടുകൂടി നിന്ന് സഹായിക്കുക. എല്ലാവരും ഒന്ന് ഞങ്ങളൊരു വിഹിതമാണ് എത്തിച്ചു. ബാക്കി കാര്യങ്ങൾ പിന്നീട് തീർച്ചയായിട്ടും വലിയ ഉപകാരം. നിങ്ങൾ ഒരു വാക്ക് മറുപടിയാണ് അല്ലെ പറഞ്ഞോ. മാഡത്തിനും ചേട്ടന്മാർക്കും എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. ഇങ്ങനൊരു ന്യൂസ് കണ്ടതിനെ പുറത്ത് ഞങ്ങൾക്ക് ഇങ്ങനൊരു സഹായം ചെയ്യാൻ പറ്റിയതും ഞങ്ങളെ തേടി വന്നില്ലേ, അത് തന്നെ 100 കോടി നന്ദിയുണ്ട്. എൻ്റെ മോനെ ചികിത്സയുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു കിടക്കാടം ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുള്ള നമുക്ക് പണം തന്നാലും സഹായിക്കുന്നു. നമുക്കൊരു കിടക്കാടം മതി. നമുക്ക് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഒരു കിടക്കാടം മതി. എൻ്റെ കുഞ്ഞിനെ ചികിത്സിക്കണം. എൻ്റെ ഭർത്താവിന് ജോലി നഷ്ടപ്പെട്ടു പോയി. ജോലിയില്ല. ആ ഒരു വിഷമം മാത്രമല്ല, ഇത്രയൊക്കെ ചെയ്യാൻ മതി. എല്ലാ മാഡത്തിനും ചേട്ടന്മാർക്ക് നന്ദി. ഇപ്പൊ ഒരു ജോലിയില്ലാതെ നിൽക്കുകയാണോ? ഇടയ്ക്ക് പോകും.